എളമരം കരീമിന്റെ അധിക്ഷേപത്തിന് ആശമാരുടെ മറുപടി ഈർക്കിൽ സംഘടനയാണോ ആളുകളുടെ എണ്ണമുണ്ടോ എന്നതല്ല സമരത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ടാണ് ജനപിന്തുണ ഉണ്ടാകുന്നത്. നിയമസഭാ മാർച്ച് അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് സമരം കൂടുതൽ ശക്തമാക്കുമെന്നും സമരസമിതി വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തിവരുന്ന സമരം 17ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അതിനിടയിൽ വീണ്ടും പ്രകോപനവുമായി ഈ സമരക്കാരെ അധിക്ഷേപിച്ചുകൊണ്ട് CPM നേതാവ് അതുപോലെ തന്നെ CIT നേതാവ് എളമരം കരീമും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സമരം 17 ദിവസം പിന്നിടുകയാണ്. അതിനിടയിൽ വീണ്ടും ഒരു പ്രകോപനവുമായി എളമരം കരീം വന്നിട്ടുണ്ട്. പ്രസ്താവന ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഏതോ ഈർക്കിൽ സംഘടനകൾ എന്നടക്കമുള്ള പ്രസ്താവനകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാവുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? ഞങ്ങൾ അത്തരം പ്രകോപനങ്ങളിലൊന്നും പ്രകോപിതരാകുന്നില്ല. ഈർക്കിൽ സംഘടനയാണോ ആൾബലമുണ്ടോ എന്നതല്ല സമരത്തിന്റെ ന്യായയുക്ത തീരുമാനിക്കുന്നത്. ആ സമരം ഉയർത്തുന്ന ഡിമാൻഡുകളാണ്. ഇവിടെ കേരളത്തിലെ ആശാവർക്കർമാർ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡ് 21,000 രൂപ നൽകുക. ഇപ്പൊ 232 രൂപയാണ് പ്രതിദിനം. അത് എപ്പോഴെങ്കിലും കിട്ടുന്നതാണ്, വല്ലപ്പോഴും. ഇതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡ് ന്യായമാണ്. അതിന്റെ അംഗങ്ങളുടെ എണ്ണം നിങ്ങൾ വിടുക. ആ ഡിമാൻഡ് ന്യായമാണല്ലോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. ഏവർക്കും നമസ്കാരം. സമരത്തെ പറ്റി മറ്റൊരു പരാമർശം എന്ന് പറയുന്നത് ഈർക്കിൽ സംഘടനകൾ എന്നതിനപ്പുറം ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ അദ്ദേഹം പറയുകയും ചെയ്തത്. അതായത് ഒരു മീഡിയ അറ്റൻഷൻ കിട്ടുന്നുണ്ട് തൽക്കാലം. ആ മീഡിയ അറ്റൻഷന്റെ പുറത്ത് മാത്രമാണ് ഈ സമരത്തിലേക്ക് നിങ്ങൾ തുടരുന്നതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇത് മീഡിയ അറ്റൻഷൻ മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുഴുവൻ അറ്റൻഷൻ നേടിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇത് അത്രയും ന്യായയുക്തമായ ഒരു സമരമാണെന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ 17 ദിവസം ഇവിടുത്തെ ഭക്ഷണം ഞങ്ങൾക്ക് നൽകുന്നത് ജനങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സംവിധാനങ്ങളും ഞങ്ങൾക്ക് ജനങ്ങൾ ഒരുക്കി. ജനങ്ങൾ വരുമ്പോ മീഡിയ സ്വാഭാവികമായിട്ടും, അല്ലാതെ മീഡിയയെ ആദ്യം വിളിച്ചു വരുത്തിയിട്ട് ഡിമാൻഡ് തീരുമാനിച്ചു സംഗതിയല്ല. കോഴിക്കോട് CIT ഭാഗത്തു നിന്നുള്ള ഈ ആശാവർക്കർമാരും അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഈ സമരത്തിന് പങ്കെടുക്കാൻ പാടില്ല എന്നൊരു വാട്സപ്പ് സന്ദേശവും വന്നിട്ടുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു? അത് അവരുടെ സംഘടന അംഗങ്ങൾ വരെ തള്ളിക്കളയുന്നു. കാരണം ന്യായമായ ഒരു സമരത്തിൽ നിങ്ങൾ പോകരുത്, നിങ്ങൾ ഒളിച്ചിരിക്കണമെന്നും നിങ്ങൾ സ്ഥലത്തില്ലെന്ന് പറയണമെന്നൊക്കെ നേതാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ഗതികെട്ട സാഹചര്യമാണ്. എത്ര കാലം ഈ സമരം ഇങ്ങനെ മുന്നോട്ട് പോകും? 17 ദിവസം മുന്നിട്ടിരിക്കുന്നു. എങ്ങനെയാണ് സമരത്തിന്റെ തുടർ സമീപനങ്ങൾ? എന്തൊക്കെയാണ്? എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ശക്തമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എങ്ങനെയാണ് സമരത്തിന്റെ പദ്ധതികൾ? ഞങ്ങളിപ്പോ ഈ വരുന്ന മാർച്ച് നിയമസഭയുടെ ആദ്യ ദിവസം തന്നെ മാർച്ച് നിയമസഭ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്തുണച്ച മുഴുവൻ ആളുകളെയും ഞങ്ങൾ ആ മാർച്ച് അങ്ങനെയാണ് നിയമസഭാ മാർച്ച് അടക്കം നടത്തിക്കൊണ്ട് ഈ സമരത്തെ കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനമാണ് സമരസമിതിയും നടത്തുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും സമരം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സമരസമിതി അറിയിക്കുന്നത്. പിന്നോട്ട് പോകാൻ പദ്ധതിയില്ല. തങ്ങൾ ഉന്നയിച്ച ആ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സമരസമിതിയും ഉറക്കെ പറയുന്നത്.